വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് സമസ്ത. പാണക്കാട് നടന്ന പൈതൃക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടമായി എന്നും സമസ്ത കുറ്റപ്പെടുത്തി. വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമായി മാറുന്ന സജി ചെറിയാൻ മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നും കേരളീയരെ അപമാനിച്ചിട്ടുള്ള തന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും. ഗോകുൽ, കടുത്ത എതിർപ്പ്, വിമർശനം, പ്രതിഷേധമാണല്ലോ സമസ്ത ഈ വിഷയത്തിൽ ഇന്ന് അവിടെ പൈതൃക സമ്മേളനത്തിൽ ഉയർത്തിയതല്ലേ? വിജയകുമാർ, തീർച്ചയായും സജി ചെറിയാനെതിരെയുള്ള വിമർശനം കടുപ്പിക്കുകയാണ് സമസ്ത. ഇന്ന് സമസ്തയുടെ മുഖത്രമായിട്ടുള്ള സുപ്രഭാതത്തിലും ഈ സജി ചെറിയാനെതിരെ അതിരൂക്ഷ വിമർശനം മുഖാസംഘത്തിൽ കൂടി നൽകിയിരുന്നു. ഇന്ന് വൈകിട്ട് പാണക്കാട് തരീം സ്ക്വയറിൽ നടന്നിട്ടുള്ള പൈതൃക സമ്മേളനത്തിൽ, സമസ്തയുടെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പൈതൃക സമ്മേളനത്തിലാണ് ഈ രീതിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുക കൂടെ ചെയ്തിട്ടുള്ളത്. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാണ് പ്രമേയത്തിൽ കൂടി അവതരിപ്പിച്ചിട്ടുള്ളത്. മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ സജി ചെറിയാൻ അർഹതയില്ല എന്നുകൂടി പറയുന്നു. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. സമാധാനത്തിനും സാഹോദര്യത്തിനും കേളികേട്ട കേരളക്കരയിൽ വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമായി കൂടി സജി ചെറിയാൻ മാറിയിരിക്കുന്നു എന്ന അതിരൂക്ഷ വിമർശനം നടത്തുന്നുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.